യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 63, ശ്രീ PS മുഹമ്മദ് റിയാസ്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആയത് പടർന്നു പിടിക്കുന്നത് തടയുന്നതിന് സർവൈലൻസ് സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകൾ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ശേഖരിച്ച് ലാബിൽ പരിശോധിച്ചു വരുന്നു. ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രസ്തുത പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. സർ, പരിശോധനാ തലത്തിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര നടപടികൾ കാണുന്നതിന് വേണ്ടി ക്വാളിറ്റി കൺട്രോൾ വിഭാഗം പുനഃപരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. സർ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടിയാണ്. അത് മേശപ്പുറത്ത് വെച്ചോളൂ. ഞാൻ ശ്രീ PM മുഹമ്മദ് റിയാസ്. സർ, സംസ്ഥാനത്ത് ഈ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് ഒരു പൊതുപ്രശ്നമാണ് സർ. അത് എല്ലാ MLA-മാരും യോജിക്കുന്ന വിഷയമാണെന്ന് ഞാൻ കരുതുകയാണ്. ഇതൊരു കുറ്റപ്പെടുത്തലായി കാണേണ്ടതില്ല. അപ്പോൾ അത് പരിഹരിക്കാൻ എങ്ങനെ ഇടപെടും സർ? ഇതിൽ എൻ്റെ നിയോജകമണ്ഡലമായ ബേപ്പൂരിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത്, ഫറോക്ക് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ ഈ ഒരു മാസത്തിനിടയിൽ നിരവധി പരാതികളാണ് പൈപ്പ് പൊട്ടുന്നത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് സർ. ഇതിന് മറ്റൊരു പ്രശ്നം റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വിഷയം ഗതാഗത തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രശ്നം അമൂല്യമായ ജലം പാഴാവുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളം മലിനമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് പരിഹാരം കാണാൻ കൂട്ടായി എന്തൊക്കെ ചെയ്യാനാകുമെന്ന് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, നമ്മുടെ ജലവിഭവ വകുപ്പ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ബഹുമാനപ്പെട്ട അംഗം മുൻ മന്ത്രി കൂടിയായ ശ്രീ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ചത്. സർ, ഇത് പൈപ്പ് പൊട്ടുക എന്ന് പറയുന്നത് ഒരു സ്ഥിരം നടപടിയായി ഇപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ നമ്മൾ ഗവൺമെൻറ് വന്ന ശേഷം ഇക്കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ കാണുകയാണ്. ഇതൊരു നിരന്തരമായ ഒരു ഇടപെടൽ ആവശ്യമായി വരുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട്, പൈപ്പ് പൊട്ടുന്നതിനെ തുടർന്ന് സമയത്ത് നന്നാക്കാതെ വരുന്നതുകൊണ്ട് ഇത് അഴുക്ക് അതിലേക്ക് പ്രവേശിക്കുകയും കുടിവെള്ളം മലിനമാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതായി കണക്കാക്കി ഇക്കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടലാണ് ആവശ്യം. ഇതിൽ ഫലപ്രദമായ ഇടപെടൽ സമയബന്ധിതമായി നടത്താൻ കഴിയാത്ത വീഴ്ചകൾ നിരവധിയായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ മുന്നോട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി തീർച്ചയായും വകുപ്പ് തലത്തിൽ കാര്യക്ഷമമായ നടപടികൾക്ക് തുടക്കം കുറിക്കും. സർ, കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഒരു പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. വാട്ടർ അതോറിറ്റിയുടെ മുമ്പിലാണ്. രൂക്ഷമായ പ്രശ്നമാണ് സർ. അതിൽ ഈ ബൂസ്റ്റിംഗ് സംവിധാനം കൃത്യതയോടെ പ്രവർത്തിക്കാത്ത ഒരു പ്രശ്നം പ്രധാനപ്പെട്ടതാണ്. കടലുണ്ടി പഞ്ചായത്തിലെ മണ്ണൂർ ഭാഗങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങൾ പൂച്ചേരിക്കുന്ന്, കീഴ്ക്കോട്, വടക്കമ്പാടം, കടലുണ്ടി, ഭജനമഠം, ചാലിയം, മുരുക്കല്ലിങ്ങൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഏറെയും ദുരിതം അനുഭവിക്കുന്നത്. കൂടാതെ നിരവധി പ്രദേശങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അങ്ങ് അടിയന്തരമായി ഇതിൽ ഇടപെടാൻ പറ്റുമോ? കരാറുകാരുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അലംഭാവമുണ്ടെങ്കിൽ അങ്ങ് ഇടപെട്ട് ഇതിനൊരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ സാധിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി. കടലുണ്ടി ഭാഗത്ത് ഇത് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് അവിടെ പ്രക്ഷോഭങ്ങളും നിരവധിയായ പരാതികൾ ഉദ്യോഗസ്ഥലത്തിൽ നൽകുന്നതുമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സർക്കാരിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഇപ്പോൾ ഇത് സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം വിഷയങ്ങൾ വരികയാണ്. ഒന്ന്, കരാറുകാരുടെ കുടിശ്ശിക ദീർഘകാലമായി കൊടുക്കാതെ വന്നതുകൊണ്ട് മെയിൻ്റനൻസിൻ്റെ പണം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ പരിശോധിച്ചപ്പോൾ കാണുന്നത്. മെയിൻ്റനൻസ് സമയത്ത് നടത്താൻ കഴിയാതെ വന്നാൽ ആദ്യം അങ്ങ് ചൂണ്ടിക്കാണിച്ച പൈപ്പ് പൊട്ടിയാൽ തന്നെ ആര് നന്നാക്കാനാണെന്നുള്ള വിഷയം വരികയാണ്. ഉദ്യോഗസ്ഥർ പോയി നന്നാക്കാൻ കഴിയില്ല. അതിനുള്ള നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് നന്നാക്കാൻ പോകാനായിട്ട് മാസങ്ങളായി പൈസ കൊടുക്കാത്തതുകൊണ്ട് അവർ പോകത്തില്ല. ഇങ്ങനത്തെ ഒരു സ്ഥിതി നിൽക്കുകയാണ്. ഇതെല്ലാം നിൽക്കുന്നത് കൊണ്ട് പ്രതിസന്ധികൾ വളരെ രൂക്ഷമാണ്. എങ്കിലും അങ്ങ് ചൂണ്ടിക്കാണിച്ച ഗൗരവമുള്ള ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കടലുണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാം. അക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രത്യേകമായി യോഗം വിളിച്ചു ചേർത്ത് ആവശ്യമായ പരിഹാര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ CK ഹരീന്ദ്രൻ. സർ, കേരളത്തിൽ 1, 2, 3 വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണമായ കുടിവെള്ള വിതരണം സാധ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ നാം വിതരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളം പ്രസിപിറ്റേഷൻ, സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, അതുവഴിയ ഡിസ്ട്രിബ്യൂഷൻ എന്ന പ്രോസസ്സാണ് നടക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ വിതരണം ചെയ്യുന്ന വെള്ളം കുടിവെള്ളം എന്ന നിലയിലല്ല, ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമ്പോൾ അതിനൊരു നിർദ്ദേശമായി പറയാനുള്ളത്, ഇപ്പോൾ സ്ക്രീനിങ്, കോഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ലാബ് ടെസ്റ്റ്, ഏതെങ്കിലും നിലയിൽ ബാക്ടീരിയ കടന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ, പിന്നെ ടെസ്റ്റ് എന്ന നില സ്വീകരിക്കാനുള്ള നടപടി എല്ലാ പ്ലാന്റുകളിലും സ്വീകരിക്കാനാവുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങ് പറഞ്ഞ ലാബ് വരെയുള്ള പരിശോധനകൾ നമ്മളിപ്പോൾ നടത്തുന്നതായിട്ടാണ് വകുപ്പിൻ്റെ നിലപാട്. പക്ഷേ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തി ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ലഭ്യമാവുന്ന മറുപടികളിൽ ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നതായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വിഷയം പ്രത്യേകമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഗുണനിലവാരമുള്ള ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ വകുപ്പിനെ മാറ്റുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള അതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി സർക്കാർ പരിശോധിക്കുന്നതായിരിക്കും. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ഷൊർണൂർ മണ്ഡലത്തിലെ ഷൊർണൂർ, ചെർപ്പശ്ശേരി 2 മുനിസിപ്പാലിറ്റികളിൽ അമൃത 2.0 പദ്ധതിയുടെ ഭാഗമായുള്ള ശുദ്ധജല വിതരണത്തിനുള്ള പ്രോജക്റ്റുകൾ വളരെ ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ ജലജീവൻ്റെ നേതൃത്വത്തിലുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ടതിൻ്റെ ഭാഗമായി പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്നൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും, എന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തണം. രണ്ടാമത്, പല PWD റോഡുകളിലും നേരത്തെ റിയാസ് പറഞ്ഞ പോലെ ഈ വാട്ടർ അതോറിറ്റിക്കാരുടെ പ്രവൃത്തി പൂർത്തീകരണം കഴിയാത്തതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതുകൊണ്ട് PWD റോഡിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിനും കാലതാമസം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ മഹത്തരമായ പദ്ധതി വിഭാവനം ചെയ്ത ലക്ഷ്യമെല്ലാം നല്ലത് തന്നെയാണ്. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ആവശ്യമായുള്ള സത്വര ഇടപെടൽ കൂടി ഉണ്ടാവണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി. സർ, സംസ്ഥാനത്തൊട്ടാകെ ഭൂരിപക്ഷം അസംബ്ലി മണ്ഡലങ്ങളിലും ഈ പദ്ധതിയുടെ ജലജീവൻ മിഷൻ അടക്കമുള്ള പദ്ധതി കാര്യങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് പോകാത്തതിൻ്റെ പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷൊർണൂർ, ചെർപ്പുളശ്ശേരി പ്രദേശങ്ങൾ കുഴപ്പമില്ലാതെ നടക്കുന്നു എന്നറിഞ്ഞാൽ അങ്ങേ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടാവും. സർ, ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജലജീവൻ മിഷൻ 1, 2, 3 ഘട്ടങ്ങളിലെ പദ്ധതികളുടെ സമയത്ത് റോഡുകൾ നന്നാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെച്ചിരുന്നില്ല. താൽക്കാലികമായ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി മാത്രമാണ് പണം വെച്ചിരുന്നത്. അതുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായി. ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ റോഡ് തകർന്നു കിടക്കുകയാണ്. 2, 4, 5 ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ റോഡിൻ്റെ രജിസ്ട്രേഷൻ ഫണ്ട് ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 വർഷത്തേക്ക് കൂടി കേന്ദ്ര ഗവൺമെൻറ് ജലജീവൻ മിഷൻ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആശ്വാസമാണ്. ഈ 2 വർഷത്തിനുള്ളിൽ ജലജീവൻ മിഷൻ അടക്കമുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയണമെന്നാണ് നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യമായ ഇടപെടൽ സത്യത്തിൽ എല്ലാ MLA-മാരും കൂടെ സഹകരിച്ചുകൊണ്ട് ഗവൺമെൻറ് അതിന് നല്ല നിലയിൽ നേതൃത്വം നൽകാൻ സന്നദ്ധമാണ്. ഈ സമയബന്ധിതമായി ഇനിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള കാലതാമസം നമുക്കുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു. ഇനിയുള്ള സമയം പ്രയോജനപ്പെടുത്തി സമയബന്ധിതമായി കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കുവാനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ കെ പ്രേമൻ. ബഹുമാനപ്പെട്ട സാർ, സംസ്ഥാനത്ത് ജലനയം കാലോചിതമായി പരിഷ്കരിക്കാൻ ആവശ്യമായ എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. മാലിന്യങ്ങൾ അശാസ്ത്രീയമായി തള്ളുന്നത് മൂലം, അതുപോലെ തന്നെ അടിഞ്ഞുകൂടുന്നത് മൂലമോ ജലസ്രോതസ്സുകൾ മലിനമാകുന്നത് തടയാൻ സംസ്ഥാനത്തെ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി വിതരണം കാര്യക്ഷമമാക്കാനും എന്തൊക്കെ പുതിയ സാങ്കേതിക വിദ്യകളാണ് അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്? വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? വേഗം. മാലിന്യങ്ങൾ അടിയുന്നതുമായി ബന്ധപ്പെട്ടും കുടിവെള്ളം തൃപ്തികരമായ ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് ആദ്യം ഞാൻ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സർ, ജലനയവുമായി ബന്ധപ്പെട്ട അങ്ങ് ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടായി സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ചുമതലയേറ്റതിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ജലനയം ഈ ഗവൺമെൻറ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ജലനയം 2007, 2008 കാലഘട്ടത്തിൽ അതിൻ്റെ ആലോചന നടന്നു, പിന്നീട് നടന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ജലനയം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും ആവിഷ്കരിക്കുന്നതാണ്. അതിൽ നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, നമ്മുടെ റോഡുകളുടെ കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് PWD വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് പൊളിക്കാൻ വേണ്ടി, പൈപ്പ് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൈപ്പ് നന്നാക്കാൻ വേണ്ടി റോഡ് പൊളിക്കും. പക്ഷെ അങ്ങനെ കിടക്കുകയാണ് സർ.
പിന്നെ ഒരിക്കലും അത് റിസ്റ്റോർ ചെയ്യുന്ന സാഹചര്യമില്ല. 2-3 മാസം അല്ലെങ്കിൽ 4 മാസം 6 മാസം വരെ കിടക്കുന്ന സാഹചര്യമാണ്. ഈ റിസ്റ്റോറേഷൻ ഒരു സമയം വെക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും റോഡുകൾ മുറിക്കുന്നത് ഇന്ന് ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സാർ, ഇതിൽ റോഡ് സമയബന്ധിതമായി റോഡ് നന്നാക്കാൻ കഴിയാത്തത് പോയതിൻ്റെ കാരണം റോഡ് നന്നാക്കാനുള്ള പണം ഇല്ലാതെ പോയെന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ റോഡ് മുറിച്ചപ്പോൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണിക്ക് പൈസ വയ്ക്കുന്നു. നല്ല റോഡുകൾ വെട്ടിപ്പൊളിച്ച് അനാഥമായി കിടക്കുകയാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പഞ്ചായത്ത് റോഡ് മുറിച്ചാലും PWD റോഡ് മുറിച്ചാലും നന്നാക്കുവാൻ കഴിയാത്ത അവസ്ഥ നിലനിന്നിരുന്നു. ഇപ്പോൾ തുടർന്ന് ഇനി വരാൻ പോകുന്ന പദ്ധതികളിൽ നമുക്ക് റോഡ് റെസ്റ്റോറേഷനുള്ള പണം കൂടി വെച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഭാവിയിലേക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതായിരിക്കും. രമ്യ ഹരിദാസ്. സർ, തീരദേശ മേഖല കൂടി ഉൾക്കൊള്ളുന്ന ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിലെ അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂര്, ചിറയിൻകീഴ്, കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് ശുദ്ധജലം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ജലജീവൻ മിഷന്റെ പദ്ധതികൾ ആരംഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആവശ്യമായ കുടിവെള്ളം ലഭ്യമാകുന്നില്ല. ആയതിനാൽ കേരളത്തിലെ ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളുടെ തൽസ്ഥിതിയും ചിറയിൻകീഴ് നിയോജക മണ്ഡലം ഉൾക്കൊള്ളുന്ന തീരദേശ മേഖലയിലെ ജലജീവൻ മിഷന്റെ തൽസ്ഥിതിയും ഒന്ന് ലഭ്യമായി ആ കുടിവെള്ളം സാധ്യമാക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രി. വളരെ ഏറെ സങ്കീർണമായ സ്ഥിതിയാണ് തീരദേശത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് തീരദേശം പൊതുവെ നിൽക്കുന്നതെങ്കിലും അവിടെ കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്നു എന്ന സാഹചര്യം ബഹുമാനപ്പെട്ട അംഗം രമ്യ ഹരിദാസിൻ്റെ ചിറയിൻകീഴ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതിനെക്കുറിച്ച് പരാതികൾ ലഭിച്ചിരിക്കുകയാണ്. സർ, ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമായ ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ സാധാരണഗതിയിലുള്ള മലയോര പ്രദേശങ്ങളോ അല്ലെങ്കിൽ മറ്റ് റോഡുകളുടെ അവസ്ഥയാണെങ്കിൽ തീരദേശത്ത് വ്യത്യസ്തമായ സാഹചര്യമാണ്. അവിടെയും കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ഇപ്പോൾ ഉള്ള പദ്ധതികൾ തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തിയാക്കാനുമുള്ള കാര്യമായ ശ്രദ്ധ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശ്രീ ഫൈസൽ ബാബു. സർ, ഗുണനിലവാരമുള്ള കുടിവെള്ളം ഉറപ്പുവരുത്തുന്നതിന് നിലവിൽ ബോട്ടിൽഡ് ഡ്രിങ്കിംഗ് വാട്ടർ KIDCയുടെ നേതൃത്വത്തിൽ ഹില്ലി അക്കോ എന്ന പേരിൽ നിലവിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ് ഉള്ളത് തിരുവനന്തപുരത്ത് അരുവിക്കരയിലും അതുപോലെ തൊടുപുഴയിലുമാണ്. കില്ലെ അക്കോഫിന പോലുള്ള കോർപ്പറേറ്റ് കമ്പനികളിൽ 20 രൂപയ്ക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഗുണനിലവാരമുള്ള വെള്ളം നമ്മൾ 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. മാവേലി സ്റ്റോർ റേഷൻ കടകൾ വഴിയാണ് ഇപ്പോൾ ഇത് നമുക്ക് കോഴിക്കോട് ഇതിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങാൻ പറ്റുമോ? മലബാറിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ കോഴിക്കോട് തുടങ്ങാനുള്ള എന്തെങ്കിലും നടപടികൾ ചെയ്യാൻ പറ്റുമോ? അങ്ങ് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ പ്രസക്തിയുള്ളതാണ്. ഗുണനിലവാരമുള്ള കുപ്പിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോൾ കിഡ്കാൺ KIDC ആണ് ഈ ജോലി ചെയ്യുന്നത്. ഹില്ലി അക്കോ അക്കാര്യത്തിൽ 2 നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 2 യൂണിറ്റുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് ശരിയാണ്. കോഴിക്കോട് കേന്ദ്രമായി മലബാർ മേഖലയ്ക്ക് കൂടി ഗുണം കിട്ടുന്ന വിധത്തിൽ കോഴിക്കോട് കേന്ദ്രമായി ഒരു പുതിയ യൂണിറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് വെച്ച നിർദ്ദേശം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നതാണ്. അതിനുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. ശ്രീ മുഹമ്മദ് ഷിയാസ്. സർ, കടലും കായലും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് കൊച്ചി നിയോജക മണ്ഡലം. 40-50 വർഷക്കാലം മുമ്പിട്ട ആസ്ബറ്റോസ് പൈപ്പുകളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അത് മാറ്റി സ്ഥാപിക്കാൻ ഈ പൈപ്പുകളെല്ലാം പൊട്ടി മലിനജലം കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കുള്ളത്. അത് മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതികൾ നേരത്തെ അമൃത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ 2 പ്രധാനപ്പെട്ട പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് അത് ടെൻഡർ ചെയ്ത നടപടിയിൽ എക്സസ് വന്നതുകൊണ്ട് ആ പദ്ധതി ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അങ്ങനെ നിരന്തരം ഇത് ക്യാൻസൽ ചെയ്യുന്ന ഒരു നടപടി വന്നാൽ എങ്ങനെയാണ് ജനങ്ങൾ ശുദ്ധമായ കുടിവെള്ളം എന്നാണ് കുടിക്കാൻ കഴിയുക? അപ്പോൾ ആ പദ്ധതി 2ഉം പുനഃസ്ഥാപിക്കാനുള്ള നടപടി ചെയ്യാൻ ഈ മന്ത്രി തയ്യാറാകുമെന്ന് ബഹുമാനപ്പെട്ട അംഗം ശ്രീ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാണിച്ച വിഷയം അദ്ദേഹം പരാതിയായി എഴുതി തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാഥമികമായ കാര്യങ്ങൾ വകുപ്പ് തലത്തിൽ പരിശോധിച്ചു. കൊച്ചിയിൽ തൃപ്തികരമായ കുടിവെള്ള വിതരണം നടക്കുന്നില്ല. പഴയ കാലത്തിട്ടിരിക്കുന്ന പൈപ്പുകൾ പൊട്ടി ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ 29-ാം തീയതി തിങ്കളാഴ്ച പ്രത്യേക യോഗം ബന്ധപ്പെട്ട ഹൈ ലെവൽ യോഗം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പരിശോധിച്ച ശേഷം ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ശ്രീ വിഷ്ണു മോഹൻ. സർ, ഈ സൗജന്യ കുടിവെള്ള പദ്ധതി ഉപഭോക്താക്കളായിരുന്ന സുനാമി ഫ്ലാറ്റുകൾ, മത്സ്യഗ്രാമങ്ങൾ, പട്ടികജാതി കോളനികളിലൊക്കെ ഇപ്പോൾ വലിയ കുടിശ്ശിക വന്നുകൊണ്ട് അവർക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. സർ, ഈ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മയനാട് അടക്കം
ജലജന്യ രോഗങ്ങൾ പടർന്നു പിടപെടുകയും അത് ആരോഗ്യവകുപ്പിനടക്കം വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും കഴിഞ്ഞ വർഷവും 30-ലധികം മഞ്ഞപ്പിത്തവും ഈ വർഷവും 40-നടുത്ത് മഞ്ഞപ്പിത്തം പിടിപെട്ട സാഹചര്യത്തിൽ സർ, ഈ സുനാമി ഫ്ലാറ്റുകൾ, മത്സ്യഗ്രാമങ്ങൾ എന്നിവിടങ്ങളിലുള്ള സൗജന്യ കുടിവെള്ള ഉപഭോക്താക്കളായിരുന്നവർക്ക് ഇപ്പോൾ വലിയ കുടിവെള്ള കുടിശ്ശിക വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കുടിശ്ശിക എഴുതി തള്ളുന്നത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിലുണ്ടോ? അതിന് നടപടികൾ സ്വീകരിക്കുമോ? സർ, വാട്ടർ അതോറിറ്റി വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് സർ. അതുകൊണ്ട് ഇപ്പോൾ സത്യത്തിൽ ഇത് എഴുതിത്തള്ളാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ എങ്കിലും ഇത് പറഞ്ഞതൊരു മാനുഷിക പ്രശ്നമാണ്. ഞാനിപ്പോൾ ചുമതലയേറ്റ ശേഷം എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് വലിയ ബില്ല് വരുന്നതിൻ്റെ പരാതികൾ, വെള്ളം കാര്യമായി ഉപയോഗിക്കുന്നുമില്ല എന്നാണ് ആളുകൾ പറയുന്നത്. വലിയ ബില്ല് വരുന്നതിൻ്റെ പരാതികൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഇതൊരു അദാലത്ത് പോലെ എന്തെങ്കിലും സിസ്റ്റം സർക്കാർ തലത്തിൽ ആലോചിക്കുന്നതാണ്. ഇതുപോലെ വിഷമിക്കുന്ന അർഹതപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് എങ്ങനെ സർക്കാരിനെ സഹായിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. എന്തായാലും ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ഈ ബില്ലിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആവശ്യമായ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതായിരിക്കും.